ഭാഗ്യം സ്തുതി ആദ്യം മുതൽ ഒന്നേക്ക് തന്നെയാണ്. ട്രോഫി ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ഇട്ടൂപ്പ് ആലുക്കൽ കോർ എപ്പിസ്കോപ്പ. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇന്ന് പറയുന്നത് വിശുദ്ധ തൃത്വത്തെപ്പറ്റി ഒരറിവുമില്ലാത്ത ഡേവിഡ് അടിമാലിക്ക് ഒരു മറുപടിയായിട്ടാണ്. ഇതിനു മുമ്പ് ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു, അദ്ദേഹം ഇട്ടിരുന്നു. അദ്ദേഹം ഇപ്പോൾ 1-2 വീഡിയോ കൂടുതലിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മറുപടി ഇപ്പോൾ പറയാനിരിക്കുക. മത്തായി 28:18 പ്രകാരം സ്വർഗത്തിൽ ഭൂമിയിലും സർവ്വ അധികാരം എനിക്ക് ലഭിച്ചിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. അവിടെ അധികാരം തന്നെ പറയണേ. ആ അധികാരമാണ് ശിഷ്യന്മാർക്ക് കൊടുത്തത്. അദ്ദേഹം പറയുന്നത് അധികാരമല്ല, അത് നിയോഗമാണ്. സുവിശേഷം പ്രസംഗിക്കാനുള്ള നിയോഗമാണ്. നിയോഗവും അധികാരം എന്ന് മാത്രം വ്യത്യാസമുണ്ടെന്ന് അറിയാമുള്ളത്. വെറുതെ നിയോഗിക്കുകയല്ല, അധികാരപ്പെടുത്തുകയാണ്. കാരണം മരിച്ച ഒരാളെ ഉയർപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമാണ് മാനസാന്തരപ്പെടുന്ന ഒരു പാപിക്ക് സ്നാനം കൊടുക്കുക എന്നുള്ളത്. മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാകുമെന്നാണ് വേദോസം പറയുന്നത്. അപ്പം അതൊക്കെ നിസ്സാര കാര്യമല്ല, ഏറ്റവും വലിയ കാര്യമാണ്. അത് നിയോഗിക്കുകയല്ല, അധികാരപ്പെടുത്തുകയാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പേ അറക്കപ്പെട്ട ഒരു കുഞ്ഞാടിനെ പറ്റി വെളിപാട് 13:8 പറയുന്നുണ്ട്. ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട ഒരു കുഞ്ഞാട്. അവിടെ അദ്ദേഹം പറയുന്നത് അറുക്കപ്പെട്ടിട്ടില്ല, അത് നിയോഗിച്ചു. കുഞ്ഞാട് അറുക്കപ്പെടാൻ നിയോഗിച്ചു. അത് ഭൂമിയിൽ ഒന്നാണ് അറുക്കപ്പെട്ടതെന്ന്. പ്രത്യക്ഷത്തിൽ വളരെ ശരിയായിട്ട് തോന്നും. എന്നാൽ ലോകസ്ഥാപനത്തിന് മുമ്പേ ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. എഫേസ്യർ 1:4 പറയുന്നുണ്ട്. ആ തെരഞ്ഞെടുത്തപ്പോൾ മുതൽ കർത്താവിൻ്റെ യാഗം സ്വർഗത്തിൽ തുടങ്ങി. അതൊന്നും ഇദ്ദേഹത്തിന് മനസ്സിലാവുമെന്ന് എനിക്കറിയാമുള്ള. അതിനെപ്പറ്റി പിതാക്കന്മാരുടെ വ്യാഖ്യാനം ഞാനൊന്ന് വായിക്കാം. യഹൂദ മഹാപുരോഹിതൻ്റെ യാഗത്തിൽ അറുക്കപ്പെട്ട രക്തം ഒരു പാത്രത്തിലെടുത്ത് അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് യാഗരക്തം കൃപാസനത്തിന്മേൽ തളിച്ച് പരിഹാരം ചെയ്തിരുന്നതുപോലെ മഹാപുരോഹിതനായ ക്രിസ്തുവും ലോകാരംഭത്തിലെ കുരളറുക്കപ്പെട്ട യാഗത്തിൻ്റെ രക്തം സ്വശരീരത്തിൽ വഹിച്ചുകൊണ്ട് ലോകത്തിലേക്ക് വന്നു. ഗോയിൽ തായിൽ വെച്ച് ആ രക്തം മുഴുവനും ഊറ്റി പിതാവിന് സമർപ്പിച്ചു ക്രൂശ് മരണത്തിന്. പിന്നീട് തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടി ഉയർത്ത് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നു. ഇപ്പോഴും നമുക്ക് വേണ്ടി മധ്യസ്ഥത യാചിച്ചുകൊണ്ടിരിക്കുന്നു. റോമർ 8:34, എബ്രായർ 7:25 വായിച്ചാൽ അത് കിട്ടും. ഇപ്പോഴും അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥത യാചിക്കണം. അവരൊറ്റ യാഗം കൊണ്ട് തീർന്നു, കുരിശുമരണം കൊണ്ട് തീർന്നു എന്ന് പറയാൻ പറ്റില്ല. പാപം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം യാഗവും തുടരണം. കർത്താവിൻ്റെ യാഗം ലോകാരംഭത്തിലെ ആരംഭിച്ചു, അത് യുഗാന്ത്യത്തിലേ തീരുകയുള്ളൂ എന്നും പറഞ്ഞ അദ്ദേഹത്തിന് മനസ്സിലാകുമെന്ന് എനിക്കറിയാമല്ല. ഇതിൻ്റെ വാക്യങ്ങളൊക്കെ പഴയ നിയമ പുസ്തകമൊക്കെ അദ്ദേഹം ശരിക്കും പഠിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹം കണ്ടുപിടിക്കട്ടെ. തൻ്റെ യാഗം നിർത്തി വിശ്രമിക്കുകയല്ല, അത് തുടർച്ചയായിട്ട് രക്തത്തിന് പകരം ആണിപ്പാടുകൾ കാണിച്ച് മധ്യസ്ഥത യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. യുഗാന്ത്യത്തിലെ അത് അവസാനിക്കും. ഉയർത്ത ശരീരത്തിൽ ആണിപ്പാടുകൾ കാണാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഈ ആണിപ്പാടുകളെ കർത്താവ് അവിടെ നിലനിർത്തിയിട്ടാണ്
ഉയർത്തെഴുന്നേറ്റത്. തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ ഒരു കുറവുണ്ടാകാൻ പാടില്ല. പക്ഷേ കർത്താവിൻ്റെ ശരീരത്തിൽ ആ ആണിപ്പാടുകൾ, 5 ആണിപ്പാടുകൾ പിതാവിനെ കാണിച്ചുകൊണ്ട് മധ്യസ്ഥ യാചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഞാൻ ഇവർക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടത്, ക്രൂശിക്കപ്പെട്ടത്, രക്തം ചുരിയപ്പെട്ടത് നീ ഓർക്കണം. ശരിയാ, പിതാവിനൊന്നും ഓർമ്മയില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഇദ്ദേഹമണി അതും പറയും. അതുകൊണ്ട് പെട്ടെന്ന് ലോകാവസാനം സംഭവിക്കരുതേ. ജനത്തിന് ഒരു മാനസാന്തരത്തിന് സമയം കൊടുക്കണം. അങ്ങനെ അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടെ ഉണ്ട്. ഹാബേലിൻ്റെ രക്തം ദൈവമുമ്പാകെ പ്രതികാരത്തിനായി നിലവിളിക്കുമ്പോൾ യേശുവിൻ്റെ രക്തം പാപികളുടെ രക്ഷയ്ക്കായി ദൈവസന്നിധിയിൽ ഇന്നും നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അഭിപ്രായമല്ല. അങ്കമാലിക്കടുത്ത് മഞ്ഞപ്രയിൽ നെടുത്തള്ളി ഗീവർഗീസ് കത്തനാർ വിശുദ്ധ കുർബാന ഒരു വേദശാസ്ത്ര പഠനം എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതാണ്. ഒരു വേദശാസ്ത്ര പണ്ഡിതനാണ് ഈ വർഗീസ് അച്ഛൻ, നെടുത്തള്ളി അച്ഛൻ. അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ നിയോഗമല്ല, അവിടെ അവൻ അറക്കപ്പെട്ടു. അത് യാഗം അവിടെ ആരംഭിച്ചതിൻ്റെ ഒരു തുടക്കമാണ്. എങ്ങനെയാണ് അത് അറുക്കപ്പെട്ടതെന്ന് ഇവിടെ പറയുന്നുണ്ട്. അതിൽ കൂടുതൽ അതിന് വിശദീകരണമില്ല. പിന്നെ അദ്ദേഹം പറയുന്നത് യൂദ കെട്ടിത്തൂങ്ങി. നിങ്ങൾ കുമ്പസാരം കൊണ്ട് വലിയ കാര്യം നടത്തണ്ടല്ലോ. ആദ്യത്തെ കുമ്പസാരം ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹം പറയാ എനിക്കറിയാൻ വയ്യാന്ന്. യൂദ വെറ്റിക്കൊടുത്തു. തെറ്റ് ചെയ്യുന്നവന് മനസ്സിലായി. അവൻ ഓടിച്ചെന്ന് അന്നത്തെ മഹാപുരോഹിതന്മാരോടും പുരോഹിതന്മാരോടൊക്കെ, പുരോഹിതന് ഒരാളുള്ളൂ, പുരോഹിതന്മാരോടൊക്കെ ഞാൻ തെറ്റ് ചെയ്തു പോയി, സംസാരിച്ചു. പക്ഷേ അവന് പാവോദനം കിട്ടിയില്ല. എന്തുകൊണ്ടാണ് സഹോദരൻ എന്നത് മനസ്സിലാക്കണ്ടേ? പഴയ നിയമ പുരോഹിതന്മാർക്ക് പാവോദനം കൊടുക്കാൻ അധികാരം കൊടുത്തിട്ടില്ല ദൈവം. ദൈവം നേരിട്ടാണ് പാപം മോചിക്കുന്നത്. ദൈവമാണ് പാപം മോചിക്കുന്നത്. യോശുവ 7:20 ഇങ്ങനെ പറയുന്നുണ്ട്, ആഖാൻ മോഷ്ടിച്ചു. നീ ചെയ്ത തെറ്റ് ദൈവത്തോടും പറയണം, എന്നോടും പറയണം. യോശുവ പുരോഹിത എന്നോടും പറയണം. ദാവീദ് പാപം ചെയ്തിട്ട് നാഥ നിർഗർഷെന്ന് പറഞ്ഞ് ദൈവം നിന്റെ പാപത്തെ ക്ഷമിക്കട്ടെ എന്നാണ്. പ്രവാചകന് പാപം ക്ഷമിച്ചു കൊടുക്കാൻ അധികാരമൊന്നുമില്ല. അതിപ്പോഴും ഇല്ല, ഒന്നുമില്ല. മാലാഹമാർക്ക് പോലും ഇല്ല പാപം ക്ഷമിക്കാൻ. പക്ഷേ ഈ പാവപ്പെട്ട പട്ടക്കാർ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എന്ത് കുമ്പസാരം? ഈ കുമ്പസാരിക്കുമ്പോൾ ചോദിക്കും നീ എന്തൊക്കെ പാപം ചെയ്തേക്കണെന്ന് ചോദിക്കുമ്പോഴാണ് അവൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. നീ ഇന്ന ആളോട് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, നീ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ സാധനം തിരിച്ചു കൊടുക്കണം, ക്ഷമ ചോദിക്കണം. എങ്കിലേ ഞാൻ ഈ തരുന്ന പാപത്തിന് നിനക്ക് പൂർണ്ണമായിട്ട് കിട്ടുമോ, അല്ലെങ്കിൽ കിട്ടില്ല. അപ്പം ആദ്യം ചോദിക്കുന്നത് കഴിഞ്ഞ തവണ ചെയ്ത പാപങ്ങൾക്ക് പ്രായശ്ചിത്തം നിശ്ചയിച്ചിട്ടുണ്ടായോ? എന്തൊക്കെയാണ് പ്രായശ്ചിത്തം നിശ്ചയിച്ച് നീ അതൊക്കെ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ലെങ്കിൽ അവന് വേറെ പ്രായശ്ചിത്തം പറയും. ഇന്ന കാര്യം നീ ചെയ്യണം. വീണ്ടും അത് അവരോട് ഏറ്റു പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്നൊക്കെ. അങ്ങനെയാണ് കുമ്പസാരം നടത്തുന്നത്. ഇത്ര മനസ്സിലാക്കിയാൽ മതി. പഴയ നിയമ പുരോഹിതന്മാർക്ക് പാപത്തിന് കൊടുക്കാൻ അധികാരമില്ല. മനസ്സിലാവുണ്ടോ? പിന്നെ പാപോദനം ശിഷ്യന്മാർ കൊടുത്തോ? ഒരു വാചകം കാണിച്ചിടാമോ? നിങ്ങൾക്ക് വെല്ലുവിളിക്കാം. 1 യോഹന്നാൻ 2:12 കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അവൻ്റെ നാമനിമിത്തം നിങ്ങളുടെ പാപങ്ങൾ മോചിച്ചിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. കേട്ടോ? കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അവൻ്റെ നാമനിമിത്തം, അവനല്ല പാപത്തിന് കൊടുത്തത്. കർത്താവ് നേരിട്ട് വന്ന് പാപത്തിന് കൊടുക്കാമെന്ന് ഒരു സ്ഥലത്ത് എഴുതിയിട്ടില്ല. ഉയർത്ത കർത്താവ്, തേജസ്കരിക്കപ്പെട്ട കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം
ഇവിടെ ആർക്കും അദ്ദേഹം നേരിട്ട് പാവോദനം കൊടുത്തിട്ടില്ല. ശൗലിനോട് പോലും എന്താ പറഞ്ഞ നടപടി പുസ്തകം 9:15 വായിച്ച 9 അധ്യായം കൊണ്ട് വരുമ്പോഴറിയാം, എഴുന്നേറ്റ് അനന്യാസിൻ്റെ അടുക്കൽ ചെല്ലാതെ പറഞ്ഞു. അനന്യാസ് പുരോഹിതനായിരുന്നു, വേദപുസ്തകത്തിലല്ല അത്, പക്ഷെ ശിഷ്യന് എഴുതിയിട്ടുണ്ട്. അനന്യാസ് പുരോഹിതനല്ലെങ്കിൽ അവിടെ പോകാൻ കർത്താവ് പറയില്ല. സഹോദരനത് എതിർക്കണേ എതിർത്ത് എനിക്ക് വരാതെയൊന്നുമില്ല. ഇത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് അവൻ്റെ നാമനിമിത്തം നിങ്ങളുടെ പാപങ്ങൾ മോചിച്ചിരിക്കയാൽ. ആരാ മോചിച്ച? യോഹന്നാനും പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെയാണ് ശിഷ്യന്മാരെ കൈവെപ്പുള്ളവരാണ് മോചിച്ചിരിക്കുന്നത്. പിന്നെ നടപടി പുസ്തകം 8:14 മുതൽ വായിക്കുമ്പോൾ മന്ത്രവാദി ശീമോനെ കാണാം. മന്ത്രവാദി ശീമോൻ അങ്ങനെ ശമരിയയിൽ ഫിലിപ്പോസ് ശമ്മാശന അവിടെ പോയത് സുവിശേഷം പ്രസംഗിക്കാൻ. സുവിശേഷം പ്രസംഗിച്ചു, സ്നാനവും കൊടുത്തു, പക്ഷെ പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടില്ല. കാരണം ഷമ്മാശന്മാർക്ക് പാപമോചനം കൊടുക്കാനോ ഈ പരിശുദ്ധ റൂഹായെ പ്രാർത്ഥിച്ചു വരുത്തുവാനോ അധികാരമില്ല. മനസ്സിലാവണം. ഒന്നുമില്ല, കശീശ അല്ലെങ്കിൽ മൂപ്പൻ ഈ പദവിയിലേക്ക് എത്തണം. അതുകൊണ്ട് അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ല. പക്ഷേ ശിഷ്യന്മാർ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ച് അവർ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അപ്പോൾ ശീമോനൊരു മോഹം. എന്താ മോഹം? ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവിനെ കിട്ടണം, ഞാൻ കുറേ പൈസ ഒക്കെ തരാം. പത്രോസിന് ദേഷ്യപ്പെടുന്നു. പത്രോസ് പറഞ്ഞേ, നീ ഈ ദുരാഗ്രഹമുള്ളതുകൊണ്ട് നിൻ്റെ പണം നിന്നോടുകൂടെ തയ്ച്ചുകൂട്ടിയെന്ന് പറഞ്ഞു. അവൻ ആഘോഷമായി. പത്രോസോട് നീ മാനസാന്തരപ്പെട്ട് ദൈവത്തോടെ അപേക്ഷിക്കുക, ഒരു പക്ഷേ നിനക്ക് മോചിച്ച് കിട്ടിയേക്കുന്നു. അവൻ പേടിച്ചു. അവൻ പറഞ്ഞു, അയ്യോ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്തിനാ? നിങ്ങൾ പറഞ്ഞത് എനിക്ക് ഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അവനൊരു മാനസാന്തരം ഉണ്ടായില്ല. മാനസാന്തരപ്പെടും, ഞാൻ ദൈവത്തോട് ഞാൻ മാനസാന്തരപ്പെടുന്നു, ദൈവത്തോട് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ ദൈവത്തോട് അപേക്ഷിച്ചോ, നീ എന്നോട് പറയണം, നീ എൻ്റെ അടുത്ത് നീ എന്തൊക്കെ ചെയ്തിരുന്നു, ഞാൻ നിനക്ക് മോചനം തരാമെന്ന് പത്രോസ് അപ്പം കൊടുത്തേരെ, ഭാവനം കൊടുത്തേരെ. ആ പുള്ളി കൊടുത്തില്ലത്. പുള്ളി എന്നൊക്കെയാണ് പത്രോസ്ലിഹായെ കയറി വിളിക്കണതേ. എന്തൊരു പത്രോസ്ലിഹായ പുള്ളി എന്ന് വിളിക്കുന്ന ആള് എന്നോട് വലിയ ബഹുമാനാണ്, ആദരവൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പറൊക്കെ ആരും വിശ്വസിക്കുക. എൻ്റെ സഹോദരൻ ഓട്ടെ, അതിനൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത് 8:14 മുതൽ അപ്പോസ്തല പ്രവർത്തനം 8:14 മുതൽ വായിക്കുമ്പോൾ തോന്നും അവർ ശരിയായ മാനസാന്തരം വന്നില്ല, അതുകൊണ്ട് ബാധനം കൊടുത്തേ ഉള്ളൂ. ഇനി വിശുദ്ധ തൃത്വത്തെ പറ്റി എന്ന് പറയാതിരിക്കാം. ഞാൻ തൃത്വത്തെ പറ്റി ഒരു ഭാഷന്മാരും ശരിയായി മറുപടി തരുന്നത് ഞാൻ വായിച്ചിട്ടില്ല, കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയാണത്. അപ്പോൾ അദ്ദേഹം ആദ്യത്തെ വീഡിയോ, അച്ഛൻ പെന്തക്കോസ്തുകാരെ തൃത്വം പഠിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാനെന്ന് പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷമായി, കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇത് പഠിക്കാമല്ലോ. പക്ഷേ കേട്ടുമൊന്നും മനസ്സിലായി ഇദ്ദേഹത്തിനൊന്നും അറിയാൻ പാടില്ല. ഒരു ചില ഉദാഹരണം ഞാനിപ്പോൾ പറയാം. ഞാൻ അദ്ദേഹം വിശുദ്ധ തൃത്വം എന്താണെന്നോ ത്രിയേകത്തെ എന്താണെന്നോ പറയുന്നില്ല, ഇപ്പോഴും പറയുന്നില്ല. ഞാൻ പറഞ്ഞത് ദുർവ്യാഖ്യാനം നടത്താനല്ലാണ്ട് വേറെ അതിന് പറ്റില്ല. ഞാൻ പറഞ്ഞു, വചനമെന്ന് പറഞ്ഞാൽ ഉണ്ടാകട്ടെ. പിതാവിൻ്റെ മനസ്സിൽ വചനം ജനിക്കുന്നു, അത് വായിൽ കൂടി പുറത്തേക്ക് വരുന്നതാണ് വാക്ക് അല്ലെങ്കിൽ വചനം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അങ്ങേർക്ക് മനസ്സിലാവില്ല. പുത്രനിൽ കൂടിയാണ് പിതാവ് സംസാരിക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞു ഉണ്ടാകട്ടെ എന്ന് 5 ദിവസം പറഞ്ഞു, 6-ാം ദിവസം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ പുത്രനിൽ ഉണ്ടാകട്ടെ എന്ന് മാത്രമേ പുത്രനോട് പറയാൻ പറ്റുള്ളൂ എന്നാണ് ഇദ്ദേഹം ധരിക്കുന്നത്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. പിതാവ് എന്നിൽ, ഞാൻ അവനിൽ വസിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്, കണ്ടുപിടിക്കട്ടെ. അപ്പോൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞത് നമുക്ക് നമ്മുടെ രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം.
31:26 പറയണ്ടല്ലോ. അപ്പോൾ അവിടെ എവിടെയാ പുത്രൻ്റെ പങ്ക്? അവിടെ ഉണ്ടാകട്ടെ എന്ന് പുത്രൻ പറയണോ? യാതൊരു ബോധവും ഇല്ല. ഈ വചനം എന്താ, അതിൻ്റെ അന്തർധാര എന്താ, അതിൻ്റെ ആന്തരിക അർത്ഥം എന്താ? നമുക്ക് നമ്മുടെ രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് പിതാവ് പറയുന്ന പുത്രനിൽ കൂടിയാണ്. അതിപ്പോഴും മനസ്സിലാക്കാൻ പറ്റി മനസ്സിലാക്കട്ടെ, അല്ലാണ്ട് എനിക്ക് വേറൊന്നും പറയാനില്ല. അവിടെ പുത്രൻ്റെ പങ്കുണ്ട്, പരിശുദ്ധ റൂഹായുടെ പങ്കുണ്ട്. പിതാവ് മണ്ണുകൊണ്ട് മെനഞ്ഞ് ഒരു ശരീരം ഉണ്ടാക്കി. ദൈവം ആത്മാവാണ്, ദൈവത്തിനെങ്ങനെ അവിടുത്തെ ശരീരം ഇല്ല. പിതാവിനും ഇല്ല, പുത്രനും ഇല്ല, പരിശുദ്ധ റൂഹായ്ക്കും ശരീരമില്ല അന്ന്. അപ്പോൾ ഈ ശരീരം ആരുടെ കൊടുത്ത്? കാലത്തിൻ്റെ പൂർണ്ണതയിൽ തൻ്റെ പുത്രൻ മനുഷ്യാവതാരം ചെയ്യുമ്പോൾ താൻ കൊടുക്കാനിരിക്കുന്ന ആ മനുഷ്യൻ്റെ ശരീരമാണ് ആദമിന് കൊടുത്തത്. അപ്പോൾ പുത്രൻ്റെ പങ്ക് 2 പ്രാവശ്യം വന്നു. പരിശുദ്ധ റൂഹായ്ക്ക് എന്താ പങ്ക്? അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ നിശ്വസനമാണ്, വിശ്വാസവായുവാണ്. ഇന്നും അദ്ദേഹത്തിന് മനസ്സിലാവണമെന്ന് എനിക്കറിയില്ല. ആ പരിശുദ്ധ റൂഹായിൽ കൂടി അവന് ആത്മാവിനെയും ദേഹിയെയും കൊടുത്തു. ബഹുണ്ടല്ലോ, അങ്ങനെ അവൻ ജീവനുള്ള ദേഹിയായിട്ട് തീർന്നു. അത്രയൊക്കെ പറഞ്ഞാൽ മതി. എന്നിട്ട് മനസ്സിലാക്കാൻ പറ്റിയോ മനസ്സിലാക്കിയാൽ മതി. പിന്നെ അദ്ദേഹം വിശുദ്ധ തത്വത്തെ ഉപമിക്കുക, ദേഹദേഹി ആത്മാവ്. എന്തൊരു കഷ്ടമെന്ന് അറിയാമോ? ഒരു സൃഷ്ട വസ്തുവിനെയും സൃഷ്ടാവിനോട് തുല്യപ്പെടുത്താൻ പറ്റൂല സഹോദര. ദൈവം എവിടെ കിടക്കണോ, നമ്മളെവിടെ കിടക്കണം? ദേഹം ദേഹി ആത്മാവ് ആരാണോ? പിതാവ് തൊട്ട് പരിശുദ്ധ. പുത്രൻ പിതാവിൻ്റെ എനിക്കാണ്. ദേഹി ദേഹത്തിൽ നിന്ന് എനിക്കണാണോ? ആത്മാവ് ദേഹത്തിൽ നിന്ന് പുറപ്പെടുന്നതാണോ? എല്ലാം മനസ്സിലാക്കിയെടുക്കൊണ്ടാണോ അത് പറയുന്നത്? ഇതാണ് തൃത്വത്തെ പറ്റി അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാണ്. പിന്നെ 3 പേരും അവിടെ ചെല്ലുമ്പോൾ എങ്ങനെ കാണുന്ന, സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ നമ്മൾ ചെല്ലുമ്പോൾ ഈ 3 പേര് എങ്ങനെയായിരിക്കുന്നു? ഞങ്ങൾ പഠിപ്പിക്കുന്ന വിശ്വസിക്കുന്നത് ഈ 3 പേരും അവർ ഇരിക്കുന്ന അവസ്ഥയിൽ സ്വർഗത്തിൽ കണ്ട് അവർക്ക് സ്തുതി പാടാനായിട്ട് സാധിക്കുന്ന ഇരിക്കുന്ന അവസ്ഥ എന്ന് വെച്ചിട്ട്, പുത്രൻ മനുഷ്യാവതാരം എടുത്തു, മരിച്ചു അടക്കപ്പെട്ടു, തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടി ഉയർത്തു. അതൊക്കെ 1-15 അദ്ദേഹത്തിലുണ്ട്. അതൊക്കെ വായിക്കണം. അവനവിടെ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയാണ്. അപ്പം അവനിൽ മനുഷ്യത്വം ഉണ്ട്, ദൈവത്വം ഉണ്ട്. അത് മനസ്സിലാക്കണം. അവൻ ആ മനുഷ്യത്തോട് ഉപേക്ഷിച്ചുകൊണ്ട് പോയില്ല. കാരണം മനുഷ്യർക്കും ഈ സ്വർഗരാജ്യം പ്രാപിക്കാൻ സാധിക്കുമെന്ന് നമ്മെ പഠിപ്പിക്കാനും നമ്മെ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് അവൻ മനുഷ്യത്വത്തോടുകൂടി സ്വർഗത്തിലേക്ക് പോയത്. ദൈവത്വവും മനുഷ്യത്വവും യോജിച്ച ഒരവസ്ഥയാണ്, ഒരിക്കലും വേറെ വരികയാണ്. അപ്പോൾ അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരെ കാണാൻ പറ്റുമോ? അത് പറയാൻ പറ്റും. പിന്നെ ഇത് വേറൊരു വലിയ അബദ്ധം പറഞ്ഞോട്ടോ. ഞാൻ പെന്തക്കോസ്തുകാരെങ്ങനെ വിശ്വസിക്കണമെന്ന് എനിക്കറിയില്ല. വചനം ജഡമെടുത്തപ്പോൾ ദൈവത്വം സ്വർഗത്തിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് പോകുന്നതെന്നാണ്. എൻ്റെ സഹോദര, ദൈവത്തിന് ദൈവത്വം ഉപേക്ഷിക്കാൻ പറ്റുമോ? ഉപേക്ഷിച്ചാൽ പിന്നെ ശൂന്യാണ്, അവിടെ ഒന്നുമില്ല, വചനമില്ല. പിന്നെ അവിടെ ലൂക്കോസിൻ്റെ 1:26 മുതലാണ് വായിക്കുക. കിട്ടുവാണ്. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ പിതാവ് പറയുന്നതിന് തുല്യമാണ്. പിതാവിൻ്റെ അംബാസഡറായിട്ടാണ് ഞാൻ വന്നേക്കണേ. അങ്ങനെ പിതാവാ ദൈവത്തിൻ്റെ വചനം മറിയാമിൻ്റെ കാതിൽ കൂടി പ്രവേശിച്ച് അവളുടെ ഉദരത്തിൽ ചെന്ന് അവളുടെ ശരീരവും അവളുടെ രക്തവും എടുത്ത് താൻ മനുഷ്യനായി. അപ്പോൾ ആ വചനത്തിലെ ദൈവത്വവും മറിയാമിൻ്റെ അടുത്ത
ശരീരത്തിലെ മനുഷ്യത്വവും തമ്മിൽ ഒരിക്കലും വേർപിരിയാതെ യോജിച്ചു. അത് കൂടിക്കലർന്ന് വേറൊരു വസ്തുവായിട്ടില്ല. അത്രയപ്പോൾ മനസ്സിലാക്കിയാൽ മതി. സമഞ്ജസമായി ദൈവത്വവും മനുഷ്യത്വവും മറിയാമിൽ സമ്മേളിച്ചു. അങ്ങനെ മറിയാമിൻ്റെ ഗർഭത്തിൽ ഉരുവായത് ദൈവ മനുഷ്യനാണ്. ഒരേ സമയം ദൈവവും ഒരേ സമയം മനുഷ്യനുമാണ്. അപ്പോൾ ദൈവത്തോട് പെരുമാറാൻ ദൈവവും മനുഷ്യനോട് പെരുമാറാൻ മനുഷ്യനുമായിരിക്കണം. അങ്ങനെയുള്ളവരാകെ മധ്യസ്ഥരാവാൻ പറ്റുള്ളൂ. ആണ് പൗലോസ്ലീഹ പറഞ്ഞു 1 തീമോഥെയോസ് 2:5 പറയുന്നത്. ദൈവം ഒരുവൻ മാത്രം, ദൈവത്തിന് മനുഷ്യർക്കിടയിൽ മധ്യസ്ഥൻ ഒരുവൻ മാത്രം, അത് മനുഷ്യനായ യേശുക്രിസ്തു തന്നെ. മനുഷ്യനായ യേശുക്രിസ്തു. അപ്പോൾ മനുഷ്യനായെന്ന് പറയുമ്പോൾ മനുഷ്യൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ എന്താ പറഞ്ഞ, നീ അവന് യേശു എന്ന് പേരിടണം, പരിശുദ്ധാത്മന്റെ മേൽ വരും, ആയാൽ ഉത്ഭവിക്കുന്ന പറഞ്ഞ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അത് വായിച്ചിട്ടുണ്ടോ സഹോദര? യേശു എന്ന് പറഞ്ഞാലും ദൈവത്വവും മനുഷ്യത്വമുള്ളവനാണ്. ക്രിസ്തു എന്ന് പറഞ്ഞാലും ദൈവത്വവും മനുഷ്യത്വമുള്ളവനാണ്. വചനം ജഡമെടുത്തപ്പോൾ ദൈവത്വവും മനുഷ്യത്വമുള്ളവനായിട്ടാണ് ജഡമെടുത്തത്. അത്രയൊക്കെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ അദ്ദേഹം പറഞ്ഞത് വചനത്തിന് ആളത്തമില്ല എന്നാ. പക്ഷെ അത് പിന്നെ മറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും ആളത്തം ഉണ്ടെന്ന് പറയണ്ട. അപ്പോൾ വചനത്തിന് ആളത്തം ഇല്ലെന്ന് പറഞ്ഞാൽ വചനം ജഡമെടുത്ത ബോഡി വന്നപ്പോഴേ ആളത്തോളൊന്നു. എന്താ ഈ ആളത്തം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പറഞ്ഞാണ്. ജഡമെടുത്ത് മനുഷ്യരായി ബോഡി വന്നപ്പോഴാണ് വചനത്തിന് ആളത്തമുള്ളൂ, അതിനും ആളത്തമില്ലെന്ന്. എന്തൊരു കഷ്ടമാണ്. ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. ആളത്തം എന്ന് പറയുന്നത് പിതാവിൻ്റെ ആളത്വം പിതൃത്വമാണ്, പുത്രൻ്റെ ആളത്വം പുത്രത്വമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ആളത്വം പുറപ്പെടലാണ്. പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ എന്ന് കർത്താവ് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ആളത്വത്തിൽ പിതാവ് എന്നേക്കാൾ വലിയവനാണ്. പിന്നെ വേറൊരു സ്ഥലത്ത് 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഞാനും പിതാവ് ഒന്നാകുന്നു. അത് ദൈവത്വത്തിലൊന്ന്, ആളത്വത്തിൽ പിതാവ് വലിയവനാണ്. മനസ്സിലാവുണ്ടോ? മനസ്സിലാക്കാൻ പറ്റിയല്ലോ. വേറൊന്നും പറയാനില്ല. അപ്പോൾ ദൈവത്തെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ദൈവത്തെ ഉപേക്ഷിച്ചില്ല. ദൈവത്വത്തോടു കൂടി തന്നെയാണ് മറിയാവിൻ്റെ ഉദരത്തിലേക്ക് പ്രവേശിച്ചു. പിന്നെ അദ്ദേഹം വിമർശിക്കുന്നത്, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 2-ാം അധ്യായത്തിൽ യെശയ്യാവ് 9:6 അതുണ്ട്. അത് ഇന്നൊന്നും അവിടെ ഇല്ല. നമുക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ തന്നെ ജനിപ്പിച്ചെന്ന് പറയുമ്പോൾ ഇന്നെന്ന് പറയുമ്പോൾ അതിനു മുമ്പ് വചനമില്ലാത്ത അങ്ങനെ പറയണം. ആ ഇന്നെന്നുള്ളതിന് അദ്ദേഹം അങ്ങനെ സങ്കല്പിക്കണം. അപ്പം ഇന്നെന്നുള്ളത് ഇന്നലെ ഇടത്തോളാണ് പുള്ളിയുടെ അർത്ഥം. അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്. ഇന്ന് ഞാൻ തന്നെ ജനിപ്പിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് എന്ത് പിതാവുണ്ടോ ഒന്നാണ് ഈ ജനിപ്പിക്കൽ നടന്നത്. ജനിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ. പിതാവിൻ്റെ മനസ്സിൽ വരുന്ന വചനം, ആ ജനിക്കുന്ന വചനം പിതാവിൻ്റെ വായിൽ കൂടി പുറത്തു വരുന്നതാണ് പുത്രൻ. ഇന്ന് ഞാൻ തന്നെ ജനിപ്പിച്ചു പറഞ്ഞാൽ എപ്പോൾ സ്വയംഭവമായോ അപ്പോൾ തന്നെ പുത്രനുണ്ട്, പരിശുദ്ധ റൂഹായുണ്ട്. കണ്ട, അതിനു മുമ്പൊരു കാലവും ഒരു സമയമൊന്നുമില്ല. ദൈവം ഇല്ല എന്നുണ്ടായെന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ലെന്ന് ഞാൻ ആദ്യം പറയേണ്ട. ദൈവം എന്നുണ്ട്. ദൈവം എന്നുണ്ടോ അപ്പോൾ തന്നെ ദൈവം എന്നുണ്ട്. അപ്പോൾ എന്നും ഈ പുത്രനും പരിശുദ്ധ റൂഹായും പിതാവിൻ്റെ കൂടെയുണ്ട്. വചനം ആദ്യം അതിനുണ്ടായിരുന്ന വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു എന്നാണ്. ഞാനും വേറെ വ്യാഖ്യാനം പറയാം. പിന്നെ ഒരിക്കലും ഞാൻ പറഞ്ഞു, ഞാൻ അച്ഛനോട് ദേഷ്യപ്പെട്ടു. ഒരാളെന്നോട് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട വ്യക്തിയിലേക്ക് എന്താ അങ്ങനെ ദേഷ്യപ്പെടേണ്ടതൊക്കെ ചോദിച്ചു. എനിക്ക് ഇവിടെ ആവേശം കയറി. വചനങ്ങൾ വ്യാഖ്യാനം ചെയ്തപ്പോഴും പരിശുദ്ധാത്മാവിനെ തളച്ചു. കർത്താവ് യെരൂശലേം ദേവാലയത്തിൽ നിന്നും ചാട്ടവാറെടുത്തില്ലേ. എൻ്റെ സഹോദര, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവില്ല. കൈവെപ്പുള്ള ആള് സ്നാനം കൊടുത്താലേ പരിശുദ്ധാത്മാവ് കിട്ടുകയുള്ളൂ. കൈവെപ്പുള്ള ആള് പ്രസംഗിക്കുന്നിടത്തെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ടുള്ളൂ. നിങ്ങളിൽ പരിശുദ്ധാത്മാവില്ല. നിങ്ങൾ ഇപ്പോൾ ആദാമ്യഭാവത്തിൽ നിങ്ങളിൽ ഇപ്പോഴും നിൽക്കുകയാണ്. നിങ്ങളിൽ ആദാമ്യഭാവമുണ്ട്, കർമ്മഭാവമുണ്ട്. ഞങ്ങളിൽ കർമ്മഭാവമില്ലെന്ന് ഞാൻ പറയാനുള്ള. പക്ഷെ ഞങ്ങൾക്ക് കുമ്പസാരം വെച്ചിട്ടുണ്ട്.
അത്രയും അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. അതിനെ ഞങ്ങൾ വിമർശിക്കുക തോന്നി ചെയ്തു. ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ പറയുന്നു. വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും കാണിച്ചു തരാമോ കൈവെപ്പില്ലാത്ത ഒരാളുടെ സാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ടുണ്ടോ? കൈവെപ്പുള്ളവൻ മാത്രമല്ലേ സ്ഥാനം കൊടുത്തിട്ടുള്ളൂ. ഫിലിപ്പോസ് ശുമ്മാസൻ സ്ഥാനം കൊടുത്തെങ്കിലും പത്രോസ് യോഹന്നാനും ചെന്ന് അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോഴല്ലേ പരിശുദ്ധാത്മാവ് വന്നുള്ളൂ. അത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. 2000 ആണ്ട് വായിച്ച അതൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഈ 2000 ആണ്ട് വായിച്ച സഹോദര, അത് എപ്പോൾ ശരിയായ മാമോദീസ നീ സ്വീകരിക്കുന്നു അപ്പോൾ തന്നെ നീ കർത്താവിനോട് ചേർന്നു. പിന്നെ കർത്താവാണ് നിന്നിൽ വാഴേണ്ടത്. അത് ദീർഘകാലത്തേക്കാണ്. അല്ലാണ്ട് 1000 ആണ്ട് 2000 അല്ല 1000 ആണ്ട് 1000 ആണ്ട് വായിച്ചതെന്നും നീ പറയുന്നത് ഇതാണ്. ഒന്നാം പുനരുത്ഥാനം മാമോദീസയാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റി മനസ്സിലാക്കുക. പിന്നെ അദ്ദേഹം പറയണം, പഴയ നിയമത്തിലെ യഹോവ ആണോ പുതിയ നിയമത്തിലെ യേശു ക്രിസ്തു? അത് ഞാൻ അങ്ങനെ ചോദിച്ച അച്ഛൻ അതേന്ന് പറയുന്നത്. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞു ശരി അതേന്ന് അച്ഛൻ പറയുന്നു. അപ്പോൾ എല്ലാവരും പുള്ളിയൊരു കാര്യമാണ്. പഴയ നിയമത്തിലെ യഹോവ എങ്ങനെ പുതിയ നിയമത്തിലെ യേശു ആണത്? അപ്പോൾ യഹോവ തന്നെയാണ് യേശു എന്ന് വരുത്താൻ. അങ്ങനെ വിശ്വസിക്കുന്നതായിരിക്കും എനിക്കറിയില്ല. യേശു നാമക്കാരാണ്. ഒരിക്കൽ ആദ്യത്തെ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് യഹോവ തന്നെയാണ് യേശു എന്ന്. എനിക്കൊന്നും പറയാനില്ല. പിന്നെ അദ്ദേഹം എൻ്റെ പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന എന്നാണ് കർത്താവ് പറയുക. യോഹന്നാൻ 15:26 ഈ പരിശുദ്ധാത്മാവിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ പുറപ്പാട് പറയുമ്പോൾ പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. അടുക്കൽ എന്ന് പറയുമ്പോൾ പിതാവിൽ നിന്ന് പുറപ്പെട്ടതല്ലാന്നാണ് അദ്ദേഹം പറയുന്നത്. കേൾക്കുമ്പോൾ അത് ശരിയാണ്. പിതാവിൻ്റെ അടുക്കൽ വേറൊരു വ്യക്തി അവിടെ നിൽപ്പുണ്ടോ, അല്ലെങ്കിൽ വേറൊരു ഉണ്മ, ഒരു എൻറ്റിറ്റി, ഒരു അസ്തിത്വം, ഒരു ദൈവം ഇവിടെ ഉണ്ടോ? അങ്ങനെ പിതാവിൻ്റെ അടുക്കൽ വചനവും പരിശുദ്ധാത്മാവും അല്ലാതെ വേറൊരു ഉണ്മ അവിടെ ഉണ്ടെങ്കിൽ അത് രണ്ടാമത്തെ ദൈവമാണ്. പിതാവിനോടൊരു ബന്ധമില്ലാത്ത പരിശുദ്ധാത്മാവിനോ വചനത്തിനോ ഒരർത്ഥമില്ല, ത്രിയേകത്വമില്ല. അപ്പം അത് വലിയൊരു ദുരുപദേശത്തിൽ വലിയ ദുരുപദേശമാണത്. പരിശുദ്ധാത്മാവിനെ അടുക്കൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുറപ്പെടുന്നതിന് പകരം അടുക്കൽ നിന്ന് പുറപ്പെടുന്നതെന്ന് പറയുമ്പോൾ പിതാവിൻ്റെ അടുക്കൽ വേറൊരു വ്യക്തിയുണ്ട്, വേറൊരു ഉണ്മയുണ്ടെന്ന്. അത് രണ്ടാമത്തെ ദൈവമായിട്ട് മാറും. പിതാവിൽ നിന്ന് ജനിക്കുന്ന പുത്രൻ വേറെ ദൈവത്തിൽ നിന്നല്ല, അതുകൊണ്ടാണ് പുത്രൻ ദൈവമാണെന്ന്. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധ വേറെ ദൈവത്തിൽ നിന്നല്ല, അതാണ് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധ ദൈവമാകുന്നത്. പിതാവ് പൂർണ്ണതയും പുത്രൻ പൂർണ്ണതയും പരിശുദ്ധ പൂർണ്ണതയും, പക്ഷെ 3 ദൈവങ്ങളില്ല. അത് മനസ്സിലാക്കാൻ പറ്റി മനസ്സിലാക്കട്ടെ. അതാ എനിക്ക് പറയാനുള്ളൂ. പിന്നെ അദ്ദേഹം പറയുന്നത് ഈ പട്ടുത്വത്തെ പറ്റി കുറേ വിമർശനങ്ങളൊക്കെ പറയുന്നു. ഞാൻ ഒറ്റ വാചകം മാത്രമേ അതിനെ പറ്റി പറയുന്നു. നിങ്ങൾ അഹറോൻ്റെ വംശത്തിലാണോ? ഇപ്പം എൻ്റെ സഹോദരൻ ഒരു കാര്യം മനസ്സിലാക്കണം. യേശുവിൽ 2 പൗരോഹിത്യമുണ്ട്. അഹറോൻ്റെ പൗരോഹിത്യവും മൽക്കീസദേക്കിൻ്റെ പൗരോഹിത്യവും യേശുവിലുണ്ട്. ഇത് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കില്ല. അഹറോൻ്റെ പൗരോഹിത്യം കിട്ടാതെ യേശുവിനെ രക്തബലി സമർപ്പിക്കാൻ സാധ്യമല്ല. മൃഗബലി അർപ്പിച്ചവർക്ക് അഹറോൻ്റെ പൗരോഹിത്യമാണ്. കർത്താവ് തന്നെ ബലിയായിട്ട് അർപ്പിക്കുകയാണ്. പക്ഷേ ആ രക്തബലിയാണത്. അഹറോൻ്റെ പൗരോഹിത്യം വേണം. അഹറോൻ്റെ പൗരോഹിത്യവും മൽക്കീസദേക്കിൻ്റെ പൗരോഹിത്യവും കർത്താവിന് കിട്ടിയിട്ടുണ്ടാ. അതാണ് ഞങ്ങൾക്ക് തന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ അഹറോൻ്റെ അംശവസ്ത്രമൊക്കെ ധരിക്കുന്നത്. അഹറോൻ്റെ അംശവസ്ത്രം നിങ്ങളെ കൊണ്ട് ധരിക്കാൻ പറ്റൂ? അത് ദൈവിക ജ്ഞാനമുള്ളവരല്ലേ അത് തയ്ക്കാൻ പറ്റുള്ളൂ. ദൈവിക ജ്ഞാനമുള്ളവൻ തന്നെ ഇപ്പം തയ്ക്കാൻ ഇപ്പോഴത്തെ കാലത്ത് കിട്ടൂല. അല്ലെങ്കിൽ ഞങ്ങളതിൻ്റെ തയ്യൽ പഠിക്കണം. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? തയ്യൽക്കാരൻ തയ്ച്ചിരുന്ന് ഞങ്ങൾ അത് പ്രത്യേക പ്രാർത്ഥനയിൽ ശ്രീബാ വരച്ച് ധൂപം വെച്ച് വിശുദ്ധീകരിച്ചാണ് ഞങ്ങളത് ധരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് അത് നടക്കും.
അഹ്റോനെ നീ തലപ്പാവ് ധരിപ്പിക്കണം, അഭിഷേകതയിൽ ഒഴിക്കണം എന്നൊക്കെ പറയണല്ലേ. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. പഴയ നിയമ ബലിയേക്കാൾ കൂടുതൽ ഫലവത്തായ, കൂടുതൽ പൂർണ്ണമായ, പഴയ നിയമ ബലികളൊക്കെ ഒന്നും പൂർണ്ണമായി പാവരിയാരും കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് യൂദായ്ക്ക് പറ്റിയത്, കിട്ടിയില്ല. എന്നാൽ പുതിയ നിയമ ബലിയിൽ പൂർണ്ണമായ പൗരോഹിത്യമുണ്ട്. പഴയ നിയമ ഉടമ്പടി എന്ന് പറയുന്നത് രക്തം കൊണ്ടുള്ള ഉടമ്പടിയാണ്, പഴയ മൃഗരക്തം കൊണ്ടുള്ളതാണ്. നിങ്ങൾ യഹോവയെ അനുസരിച്ചാൽ നിങ്ങളുടെ കാര്യം യഹോവ നോക്കിക്കൊള്ളൂ. ആ മൃഗരക്തം എടുത്തുകൊണ്ടുപോയി അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് കൃപാസനത്തിന്മേൽ പുരട്ടുകയാണ്, അല്ലെങ്കിൽ യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടുകയാണ് പുരോഹിതൻ. ഇന്നത്തെ രക്തം എന്താ? യേശുവിൻ്റെ രക്തം തന്നെ പുരട്ടാനല്ല, തളിക്കാനല്ല, കുടിക്കാൻ കിട്ടാണ്. നിങ്ങൾക്കത് കിട്ടില്ല. നാരങ്ങാവെള്ളം കുടിച്ചാലൊന്നും ഒരു പാവകാരും കിട്ടാനുമുള്ള ആ മണ്ണും നാരങ്ങാതിരും വാഴ്ത്താൻ നിങ്ങൾക്ക് അധികാരമില്ല. നിങ്ങൾ വാഴ്ത്തണമില്ല കേട്ടോ. നിങ്ങൾ വെറുതെ ഓർമ്മയെന്ന് പറഞ്ഞ് സുഖമായിട്ട് അത് ഭക്ഷിച്ചുകൊണ്ട് വരികയാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നടത്തുന്നത്. അപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താണ്, സമയം ഒരുപാടായി. ഈ പട്ടത്വത്തെ ഞങ്ങൾക്ക് കിട്ടിയേക്കണേ എങ്ങനെയാണെന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 18 വാക്യം, 5:18. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ നിരപ്പാക്കാനുള്ള ശുശ്രൂഷ ഇപ്പോഴും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് കണ്ടിന്യൂഷനാണ്. ക്രൂശിലെ ബലിയുടെ കണ്ടിന്യൂഷൻ, യുഗാരംഭത്തിൽ ആരംഭിച്ച ബലിയുടെ കണ്ടിന്യൂഷൻ. ആ നിരപ്പിൻ്റെ ശുശ്രൂഷ നിർത്തിയിട്ടില്ല. റോമർ 8:34 വരെ ഇപ്പോഴും പിതാവിൻ്റെ വലത്ത് പോയിരുന്ന യേശു മധ്യസ്ഥ യാചികയാണ്. ആ മധ്യസ്ഥ യാചിക്കാനുള്ള അധികാരം ഞങ്ങൾക്ക് തന്നേക്കാണ്. നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചുമിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് ചേർന്നുകൊള്ളുവിൻ. ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളാണ് ഞങ്ങൾ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. പൗലോസ് പറയണ ക്രിസ്തുവിന് പകരം ദൈവത്തിൻ്റെ സ്ഥാനാപതികളായി ഞങ്ങൾ എന്ന് പറഞ്ഞ പൗലോസ് അധിപപ്പെടും. 6:1 നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പാപം അറിയാത്തവരെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ഇത്രയുള്ള ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. അതോ ദൈവത്തിൻ്റെ പകരം ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. നിങ്ങളോട് നിരപ്പാൻ ക്രിസ്തുവിന് പകരം ഞങ്ങളെ അപേക്ഷിക്കുകയാണ്. അധികാരം ഞങ്ങൾ തന്നുണ്ട്. ഈ പിന്നേരിങ്ങനെ ഒരു വ്യാഖ്യാനം നടത്തി വളച്ച് അത് കുഴി കൊണ്ട് ചാടിക്കുക ആളുകൾ. ഇത് വളരെ വ്യക്തമായിട്ട് 2 കൊരിന്ത്യർ 5:18 മുതൽ 21 വരെ വായിക്കുമ്പോഴുണ്ട്. പൗലോസിന് ഇത് പറയാൻ എന്താ അധികാരമെങ്കിൽ ചിലർ ഇവിടെ പൗരോഹിത്യം ഇല്ല, വേറെ ആർക്കും ഇല്ലാതല്ല പറയണത്. റോമർ 15:15 വായിക്കേ. ഞാൻ പുരോഹിത വേല ചെയ്യണമെന്ന് പൗലോസിൽ എഴുതിയിരുന്നത്. ഈ സുവിശേഷം പ്രസംഗിക്കുന്നത് പുരോഹിത വേലയാണെന്ന്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തിയാൽ ലൂക്കോസ് 22:20 പുതിയ ഉടമ്പടി നിങ്ങൾക്ക് പാപത്തിന് വേണ്ടി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിൻ്റെ രക്തം. ആ പുതിയ നിയമത്തിൻ്റെ രക്തമാണ് കുടിക്കാൻ. പഴയ നിയമത്തിൻ്റെ രക്തം തളിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ. മറ്റേതിൻ്റെ കണ്ടിന്യൂഷൻ ആണെങ്കിലും മറ്റത് പഴയ ഉടമ്പടി മൃഗരക്തം, പുതിയ ഉടമ്പടി യേശുവിൻ്റെ രക്തം കൊണ്ട് തന്നെ. അതാണ് പുതിയ നിയമത്തിൻ്റെ രക്തം എന്ന് പറയുന്നത്. ആ രക്തം കുടിക്കാതെ ഒന്നും ഒരു രക്ഷയിലാണ്. അതിനാണ് പട്ടക്കാരെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ നിരപ്പിൻ്റെ പതിനെ അവർക്ക് കൊടുത്തിരിക്കുകയാണ്. ക്രിസ്തുവിന് പകരം ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായി
എന്തുകൊണ്ട് പറയാൻ നിർത്താമാണ്. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. പൗലോസിലേക്ക് കൊടുത്തിട്ടുണ്ട്. ദൈവം ലോകത്തിൻ്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു വന്നു. ആ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. അതിനാണ് അധികാരം കൊടുത്തത്. നിങ്ങൾ പോയി സുവിശേഷം പ്രസംഗിക്കാനൊക്കെ പറഞ്ഞ് അധികാരം കൊടുത്തത്. ഇത്രയൊക്കെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ പാസ്റ്റർ എന്തെങ്കിലും പറയും. പാസ്റ്റർക്ക് നല്ല ബുദ്ധി തോന്നട്ടെ. ഇനി ഇതിന് മറുപടി ബാലിശമായിട്ടൊക്കെ തരണമെങ്കിൽ ഞാനൊന്നും വിടൂല. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം മനസ്സിലാക്കില്ല. മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയെന്ന് അദ്ദേഹം സമ്മതിക്കില്ല. അദ്ദേഹം ഞാൻ പിടിച്ച മയിലെ 4 കൊമ്പെന്ന് പറഞ്ഞ് ഇരിക്കുള്ളൂ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.